പക്ഷേ പിണറായി വിജയനെ ചൂണ്ടുവിരലിൽ നിർത്തി വിറപ്പിച്ച ഒരാളാണ് മറിയക്കുട്ടി. അങ്കമാലി സ്വദേശി മറിയക്കുട്ടി പിന്നെ എന്താ പറയുക, ചട്ടിയും എടുത്തുകൊണ്ട് പിന്നെ തെണ്ടാനിറങ്ങിയത് കേരളത്തിലെ മുഴുവൻ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ഒരു പ്രതിനിധിയായിക്കൊണ്ടാണ്. അത് സർക്കാരിന് വലിയ നാണക്കേടൊക്കെ ഉണ്ടാക്കി. പിന്നീട് മറിയക്കുട്ടിയുടെ ഒരു കാലമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ് വേദികളിൽ കാണാം, പിന്നെ BJP വേദികളിൽ കാണാം, പിന്നെ BJP-കാരിയായി മാറി എന്നിടയ്ക്ക് പറയുന്നത് കേട്ടു. ഇപ്പോൾ റേഷൻ കടയിൽ പോയപ്പോൾ BJP-കാരുടെ കടയിൽ നിന്ന് റേഷൻ വാങ്ങിച്ചോ, ഇവിടെ നിന്ന് തരാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്ന് റേഷൻ കട ഉടമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറിയക്കുട്ടി ഒരു പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ റേഷൻ കട ഉടമ പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. എന്താണ് മറിയക്കുട്ടി ഉദ്ദേശിക്കുന്നത്? അല്ല, മറിയക്കുട്ടി ഒരു പ്രതീകമാണല്ലോ. മറിയക്കുട്ടി ചേച്ചിയുടെ സമരം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മളൊരു നാട്ടിലെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ, ഒരു വൃദ്ധ സ്ത്രീ പെൻഷൻ സമയത്തിന് കിട്ടാത്തതിൻ്റെയും അതുകൊണ്ടുണ്ടാകുന്ന ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, അങ്ങനെ എടുത്താൽ മതി. ഒരു സാധാരണ തൊഴിലാളി സ്ത്രീ, നാട്ടുംപുറത്തുകാരി. അവർക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൊടിയും നിറവും മണമൊന്നും അറിഞ്ഞിട്ടല്ല, അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല, അതിൻ്റെ പ്രത്യയശാസ്ത്രം പഠിച്ചിട്ടല്ല. പക്ഷേ അവർക്ക് ആകെ അറിയാവുന്നത് അവരുടെ മുമ്പിലുള്ള പ്രശ്നമാണ്, ജീവൽ പ്രശ്നം. അത് തരാത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നാട് ഭരിക്കുന്നത് പിണറായി വിജയനാണ്, ആ ഗവൺമെൻറ്റാണ് എനിക്ക് തരാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ പ്രതിഷേധം അവർ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. ആ പ്രതിഷേധം ഏറ്റെടുക്കുക ആരാ? സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തുള്ളവർ UDF ഏറ്റെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ വേദിയിൽ വന്ന്, ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് പറയാനുണ്ടെങ്കിൽ എവിടെയും പോയി പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവോ, നാട്ടിൽ ബിസിനസ് നടത്തുന്ന ഒരാളോ, നാട്ടിലെ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ നേതാവോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ വേദികളിൽ പോയി നിലപാട് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവർക്ക് അവരുടേതായ നിബന്ധനകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പരിമിതികളുണ്ടാവും. മറിയക്കുട്ടി ചേച്ചിക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? അവർക്ക് നഷ്ടപ്പെടാനോ ഈ പറഞ്ഞ യാതൊരു ഇമേജും ഇല്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് മോശമാണ്, നമ്മുടെ നിലവാരം പോവോ, നമ്മളെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കും. എന്ത് ധരിക്കാൻ? ശരിയായിട്ട് ധരിച്ചാലും തെറ്റായിട്ട് ധരിച്ചാലും അവർക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ പെൻഷൻ തന്നില്ല, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് സമയത്തിന് ഭക്ഷണം കിട്ടിയില്ല, ഇപ്പം എന്താ പറയുക റേഷനരി കിട്ടിയില്ല. അവർ UDF-ന്റെ വേദിയിൽ പോയി പറയും. അവരെ പോലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പണിയാണ്. അവർ കൊടി പിടിച്ച് കോൺഗ്രസ് ആയിട്ടില്ലല്ലോ ഒരു കാലത്തും. പക്ഷെ അവരുടെ സങ്കടം പറയിപ്പിക്കാൻ കൊണ്ടുപോകുന്ന അവസരം കൊടുക്കുന്ന, മൈക്ക് കൊടുക്കുന്ന ആരാണ് അവരെ മുമ്പിൽ ചെന്ന് പറയും. അപ്പോൾ കഴിഞ്ഞപ്പോൾ അവർ BJP-കാരെ വിളിച്ചപ്പോൾ അവിടെയും ചെന്നിട്ട് അവരെന്താ പറഞ്ഞു? വേറെ എന്തെങ്കിലും പറഞ്ഞു. അവർ ചെന്നിട്ട് മാറി ഇപ്പം എപ്പോഴാണ് നമുക്ക് മറിയക്കുട്ടി ചേച്ചിയെ വിശ്വസിക്കാതിരിക്കേണ്ടത്? മറിയക്കുട്ടി ചേട്ടത്തിയുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? CPM-കാർ വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ അവരുടെ മൈക്കിന് മുമ്പിൽ ചെന്നിട്ട് പിണറായി വിജയൻ സിന്ദാബാദ്, ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് അവർ പറയുമ്പോഴല്ലേ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. അവർ എന്നും ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ പെൻഷൻ എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ദാരിദ്ര്യമുണ്ട്, എനിക്ക് പട്ടിണിയുണ്ട്, സങ്കടമുണ്ട്, എനിക്ക് സർക്കാർ ആനുകൂല്യങ്ങളും തരുന്നില്ല. അതാരാണ് ഈ പറയുന്നത്? ഈ നാട്ടിലെ വോയിസ്ലെസ് ആയ, ശബ്ദമില്ലാത്ത, നിസ്വരായ മനുഷ്യരാണ് പറയുന്നത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് മറിയക്കുട്ടി ചേച്ചി എടുക്കേണ്ടത്. അവരിനിപ്പോൾ കോൺഗ്രസ് വേദിയിലോ BJP വേദിയിലോ എവിടെ പോയി പറയട്ടെ, പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നല്ലേ പരിശോധിക്കേണ്ടത്. അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തോ, എന്നിട്ട് അവരെ പോയി അവരുടെ റേഷൻ കടയിൽ അരി വാങ്ങാൻ ചെല്ലുമ്പോൾ ഏതെങ്കിലും അന്തം കമ്മി CPM-കാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് തെറ്റല്ലേ? അതിന് പകരം അവിടുത്തെ പാർട്ടി എന്താ ചെയ്യേണ്ടത്? അവർക്ക് റേഷനരി ചേച്ചിയുടെ കാർഡ് വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. എന്നിട്ട് അവർക്ക് എന്താണ് ചേച്ചി കുറവുള്ളത്, ഞങ്ങൾ പരിഹരിക്കാട്ടോ, സോറി ഇട്ടോ എന്നല്ലേ അവരോട് പറയേണ്ടത്. അതിന് പകരം അവർക്ക് റേഷനരി വാങ്ങാൻ പാടില്ല. ഈ അന്ധമായ രാഷ്ട്രീയ വിരോധം എവിടെയാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക? മറിയക്കുട്ടി ചേച്ചിക്ക് റേഷനരി വാങ്ങി കൊടുക്കാനുള്ളതാണ് പാർട്ടി. ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഇവരാണല്ലോ നാഴികക്ക് 40 വട്ടം പറയണത് ഗവൺമെൻറ് എന്നാൽ പിണറായി അല്ല, ഗവൺമെൻറ് ഒരു സിസ്റ്റമാണ്, അല്ലേ? സിസ്റ്റമാണല്ലോ. അപ്പോൾ ആ സിസ്റ്റമാണ് കുഴപ്പക്കാരെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയത് നോക്കണ്ടേ? ഇവർക്ക് എന്താണ് വീഴ്ച പറ്റിയത് നോക്കണ്ടേ? അത് വിളിച്ചു പറയുന്നത് കുറ്റമാണോ? അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് പകരം അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കും, നിങ്ങൾ ഏത് വേദിയിൽ പോയി എന്ന് പറഞ്ഞോളൂ, പറഞ്ഞത് സത്യമാണല്ലോ, ആണെങ്കിൽ ഞങ്ങളത് പരിഹരിക്കുമെന്ന് പറയുന്നൊരു മനസ്സല്ലേ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അതില്ലാത്തതിൻ്റെ കുഴപ്പമല്ല. അതിന് പകരം അവർ അരി വാങ്ങാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അരിയില്ല, നിങ്ങൾ BJP-കാരുടെ ആ റേഷൻ കടക്കാരൻ അങ്ങനെ പറഞ്ഞോ? രാജ്യത്തെ ഏതെങ്കിലും റേഷൻ കടക്കാരൻ പറഞ്ഞോ? ഇനി പറയുമെങ്കിൽ അവനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അവൻ്റെ തറവാട്ട് വകയല്ല ഈ റേഷനരി എന്ന് പറയുന്നത്.
ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരുടെയും മറിയക്കുട്ടി ചേച്ചിയുടെ അടക്കമുള്ള നികുതി പണം കൊണ്ടാണ്. അവരുടെയൊക്കെ വിയർപ്പിൻ്റെ മൂല്യമാണ് ഈ റേഷനരി എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ അത് ഓരോ രാജ്യത്തെ ഈ നാട്ടിലെ ഏറ്റവും ദുർബല മനുഷ്യരുടെ അവകാശമല്ലേ റേഷനരി, പാവപ്പെട്ടവൻ്റെ അവകാശമല്ലേ. അവർക്കല്ലേ ഏറ്റവും BPL കാർഡ് കൊടുക്കുന്നത്. അവർക്കുള്ള കാർഡ് വാങ്ങാൻ ചെല്ലുമ്പോൾ അത് ബി ജെ പിക്കാരൻ്റെ ചോദിക്കും, കോൺഗ്രസ്സുകാരുടെ ചോദിക്കും എന്ന് പറയാൻ ഇവരാര്? ഏത് നാട് ഭരിച്ചാലും ഭരിക്കുന്നവൻ എന്ന് പറയുന്ന ജനങ്ങളുടെ സേവകരാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ സേവകരാണ്, നമ്മുടെ വേലക്കാരാണ് ഭരണകൂടം എന്നുള്ള ഓർമ്മ വേണ്ടേ? അതാണ് ഉണ്ടാവേണ്ടത്. അതിപ്പോ ഈ പറഞ്ഞ ഭരണകക്ഷിയുടെ ആളുകൾക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ലെങ്കിൽ അവരെ എന്തോ കാര്യമായി കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഈ സർക്കാരിനെതിരെ വിമർശിക്കുന്നവരൊക്കെ ഒന്നുകിൽ BJP-ക്കാരാക്കുക, അല്ലെങ്കിൽ അവരെ എന്താ പറയുക, ഒരു മാറ്റി നിർത്തപ്പെടുന്നത്. ഇപ്പൊ പാർട്ടിക്കകത്ത് തന്നെ ഒരു വിമർശനം ഉണ്ടായാലും അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് ആ പ്രവർത്തകനെ നമ്മൾ ആരും കാണാറില്ല. ഒതുക്കിക്കളയുക എന്നൊരു നിലപാടുണ്ട് സർക്കാരിനെതിരെ. അതായത് ഏകാധിപതിയായി വിലസുന്ന പിണറായി വിജയനെതിരെ ആര് മിണ്ടിയാലും അവരെയൊക്കെ ഒതുക്കുന്ന ഒരു നിലപാട്. ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ ഒരു മൂന്നാം പിണറായി സർക്കാർ സ്വപ്നത്തിൽ പോലും ഉണ്ടാകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ മൂന്നാം പിണറായി സർക്കാർ വരാനുള്ള സാധ്യത അവർ തന്നെ കണക്ക് കൂട്ടുന്നത് അവരുടെ മെറിറ്റ് കൊണ്ടല്ല, UDF-ന്റെ മെറിറ്റ്. മറുപക്ഷത്ത് നിന്നുള്ളവരുടെ നില എന്താണെന്ന് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള സംഗതികൾ ഇവർ കത്തിക്കുന്നത്. മാങ്കൂട്ടമോ ഭൂമിയിൽ ആരും ആവശ്യപ്പെടാതെ അതിനുവേണ്ടി പ്രത്യേക അന്വേഷണ കമ്മീഷനൊക്കെ വെക്കുന്നത് അതുകൊണ്ടാണ്, SIT ഒക്കെ വെക്കുന്നത് അതുകൊണ്ടാണ്. മാങ്കൂട്ടം ശരിയാണോ അല്ലേ എന്നുള്ള രണ്ടാമത്തെ വിഷയം. ഞാൻ പറയുന്നത് ഇവരിപ്പോ മൂന്നാം പിണറായി പ്രതീക്ഷിക്കുന്നത് അപ്പുറത്തെ നെഗറ്റീവ് വോട്ടാണ്. അതുകൊണ്ട് വരുമോ ഇല്ലേന്ന് കേരളത്തിന്റെ ഒരു സങ്കടം, ദുര്യോഗം എല്ലാ കാലത്തും ഇങ്ങനെയാണ് കേട്ടോ. ഭരിക്കുന്നവന്റെ നെഗറ്റീവ് വോട്ട് കൊണ്ട് അടുത്ത തവണ പ്രതിപക്ഷം വരും. UDF LDF UDF ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ആ ഒരു അവസ്ഥ മാറ്റാനാണ് ഇവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, പ്രതിപക്ഷത്തിരിക്കുന്നവനെ കൂടുതൽ ശിഥിലമാക്കി അന്തഛിദ്രമുണ്ടാക്കി തമ്മിലടിപ്പിച്ചിട്ട് അവനെ എന്നും അവിടെ തന്നെ ഇരുത്താനുള്ള നീക്കം. അത് തിരിച്ചറിയേണ്ടവർ അറിഞ്ഞാൽ നല്ലതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ മെറിറ്റ് കൊണ്ട് പിണറായി വിജയൻ വരുമെന്ന് അവർക്ക് പോലും കണക്ക് കൂട്ടുന്നുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവർക്ക് പോലും കൃത്യമായ സൂചനയുണ്ട്. അതിൻ്റെ ഒരു വിഭ്രാന്തിയൊക്കെയാണല്ലോ പലപ്പോഴും പലയിടത്തും പ്രകടിപ്പിക്കുന്നത്. പിന്നെ ഇത് ഒരു കാരണവശാലും ഒരു ഇടതുപക്ഷ മനസ്സാവാൻ പാടില്ലാത്തതാണ്. ഒരാളുടെ വിയോജിപ്പിനെ സ്വീകരിക്കുക. വിയോജിപ്പിനെ എങ്ങനെ സ്വീകരിക്കുക? അവരെ തൽക്കാലം അവഗണിക്കാം, പുറത്തു നിന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതു രീതി എന്താണെന്നറിയോ? നമുക്കെതിരെ പുറത്തു നിന്ന് ചായക്കടയിൽ പറയുന്നത്, അപ്പുറത്തെ മീറ്റിങ്ങിൽ പറയുന്നത്, അപ്പുറത്തെ നാട്ടുകാർ പറയുന്നത്, അംഗൻവാടിക്കാർ, ആശാ വർക്കേഴ്സ് പറയുന്നതിനെ പ്രത്യക്ഷത്തിൽ പോയി നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞിട്ട് അഭിവാദ്യം ചെയ്യാൻ ഇവർ പോവില്ല. അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. മന്ത്രിമാരും ഗവൺമെൻറ്റും പോവില്ല. അതേ സമയത്ത് പാർട്ടിക്കകത്തും ഗവൺമെൻറ്റിനകത്തും ഇത് ചർച്ച വരും. ഈ മാധ്യമ വാർത്തകൾ, വിഷയങ്ങൾ, ചർച്ച മാത്രമല്ല കമ്മിറ്റിക്കാർക്ക് തന്നെ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു മെഷീനറി ഇല്ലാതായി. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഭരണകൂടത്തെ വിമർശിക്കുന്നത്? അത് കറക്റ്റ് ചെയ്യാനല്ലേ, എന്നിട്ട് ജനങ്ങൾക്ക് നന്മ കിട്ടാനല്ലേ. അതിന് പകരം മാധ്യമങ്ങളെ ശത്രുക്കളാക്കി പ്രഖ്യാപിക്കുക ഒന്ന്. രണ്ടാമത്, പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ആശാവർക്കർമാർ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ എന്ന് അകത്ത് പറയേണ്ടത് പാർട്ടിക്കാരൻ്റെ ഡ്യൂട്ടിയാണ്. ജനങ്ങളുടെ വികാരം പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയാണ് ഇവൻ നിർവഹിക്കുന്നത്. അപ്പോൾ അവൻ്റെ പേര് വെട്ടി. അവൻ നമ്മുടെ ഗവൺമെൻറ്റിനെതിരാണ്, അവൻ്റെ പേര് വെട്ടി. ആരെങ്കിലും ഒരാൾ, വളരെ സീനിയറായ ഒരാൾ പരസ്യമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവനെ എന്നേക്കുമായിട്ട് നിശ്ചയിക്കും. ഈ പണിയാണ്. ആ പണി തുടർന്നു വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളല്ല മറുപടി കൊടുക്കുക. എനിക്ക് തോന്നുന്നു നിശബ്ദമായൊരു വലിയ കലാപം ഇടതുപക്ഷത്തിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിബുദ്ധിമാന്മാരാണ് കണ്ണൂരിലെ വോട്ടർമാരെന്ന് ഞാൻ പറയും. കണ്ണൂരിലെ വോട്ടർമാർ കെ സുധാകരനും MV ജയരാജനും തമ്മിൽ മത്സരിക്കുമ്പോൾ കെ സുധാകരന് വോട്ട് ചെയ്താൽ അതറിയും, ഏത് ബൂത്തിൽ അറിഞ്ഞാലും. കാരണം അവർക്കറിയാം ഇത്ര വോട്ടുണ്ടല്ലോ പാർട്ടിക്ക്. അത് കെ സുധാകരന് വോട്ട് ചെയ്താൽ അറിയും. അവരെന്ത് ചെയ്തു എന്നറിയോ? സാക്ഷാൽ പിണറായി വിജയൻ്റെ സ്വന്തം വാർഡിലെ വോട്ടർമാർ ചെയ്തത്, അവരുടെ പ്രതിഷേധം എങ്ങനെ പ്രകടിപ്പിച്ചതെന്നറിയോ? അവിടുത്തെ കറകളഞ്ഞ സഖാക്കൾ പോയിട്ട് കെ സുധാകരന് വോട്ട് ചെയ്തില്ല. കെ സുധാകരൻ ജയിക്കുമ്പോൾ സുധാകരൻ്റെ ഭൂരിപക്ഷം കൂട്ടാൻ പറ്റിയ പണി എന്താ അറിയോ? MV ജയരാജന് ചെയ്യാതിരിക്കുകയും വേണം. അപ്പോൾ അവരെന്താ ചെയ്തത്? അവർ പോയിട്ട് BJPക്ക് ചെയ്തു. പിണറായി വിജയന്റെ വാർഡിൽ, അറിയില്ലേ, പിണറായി വിജയന്റെ വാർഡിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ്. എന്തുകൊണ്ടാ? BJP ജയിപ്പിക്കാനല്ല,
സ്വന്തം പാർട്ടിയോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ. എങ്ങനെയാണ് മനുഷ്യന്റെ പ്രതിഷേധം പുറത്തു വരിക എന്ന് ജനാധിപത്യ രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ കറകളഞ്ഞ നേതാക്കന്മാർ, ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള നേതാക്കന്മാരാണ് ഇന്നലെ നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 15 എണ്ണത്തിന്റെ വോട്ട് അസാധുവാണ്. 14 വോട്ട് അസാധുവാണ്. ഇവർക്ക് വോട്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടാ. അപ്പൊ 14 വലിയ നേതാക്കന്മാരുടെ മനസ്സിൽ എവിടെയോ ഈ രണ്ട് മുന്നണികൾക്കും മധ്യേ ഒരു ജനറോഷമുണ്ട്. പ്രത്യക്ഷമായിട്ട് പിൻവലിച്ച തെരഞ്ഞെടുപ്പിൽ മാറി എന്ന 15 പേരുണ്ട്. പക്ഷെ ആ 14 പേര് എന്തിനാ വോട്ട് അസാധുവാക്കിയത്? ഇതൊന്നും അല്ലാത്ത എന്തോന്നുണ്ട്. അപ്പൊ ജനങ്ങളുടെ പ്രതിഷേധം ജനാധിപത്യത്തിൽ എങ്ങനെ പുറത്തു വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിണറായി വിജയനെ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ബുദ്ധികളുടെയും ഒന്നും മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള അമർഷം, പ്രതിഷേധം അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മറിയക്കുട്ടി, അല്ലെങ്കിൽ എന്താണ് മറിയക്കുട്ടി ചേച്ചി അല്ലേ, മറിയക്കുട്ടി ചേച്ചി അതിൻ്റെ ഏറ്റവും ദുർബലമെന്ന് അവർ കരുതുന്ന, എന്നാൽ ഏറ്റവും ശക്തമെന്ന് കരുതേണ്ട ഒരു വലിയ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമാണ് മറിയക്കുട്ടി ചേച്ചി.